ഫ്രണ്ട്സ്, ദിസ് ഈസ് വില്ലൻ ആൻഡ് യു ആർ വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പാർട്ട് 2 നമ്മൾ അടുത്തത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 2, വനങ്ങൾ കൊണ്ടുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ നേട്ടങ്ങൾ. പ്രത്യക്ഷമായുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യക്ഷമായിട്ടുള്ള നേട്ടങ്ങൾ: ഭക്ഷ്യവിളകൾ, വാസസ്ഥലം, ഇന്ധനം, അസംസ്കൃത വസ്തുക്കൾ, ഔഷധ സസ്യങ്ങൾ, പരിസ്ഥിതി സന്തുലിതാവസ്ഥ. ഇതെല്ലാം എന്താണ്? വനങ്ങളെ കൊണ്ടുള്ള പ്രത്യക്ഷത്തിലുള്ള നേട്ടങ്ങളാണ്. വന ഉൽപ്പന്നങ്ങളായി പറയുന്നത് ചന്ദന എണ്ണകൾ പോലുള്ള സുഗന്ധ തൈലങ്ങൾ, കശുവണ്ടി, ടർപ്പൻറ്റൈൻ, കറുവപ്പട്ട. ഇതൊക്കെ എന്താണ്? വനത്തിൽ നിന്ന് ലഭിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളാണ്. ചില ഇനം ഇലകൾ പാനീയങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ചില ഇന ഇലകൾ ഉപയോഗിക്കുന്നുണ്ട്. ഹവ മരത്തിൻ്റെ ലാറ്റക്സിൽ നിന്ന് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നു. തേന്, മെഴുക്, റെസിൻ, ടാനിൻ ഇതൊക്കെ എന്താണ്? മറ്റു ചില വനങ്ങളുടെ പ്രത്യക്ഷ നേട്ടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത് പറയാനുള്ളതാണ് പരോക്ഷ നേട്ടങ്ങൾ. പരോക്ഷ നേട്ടങ്ങൾ: വിനോദം, യാത്ര, ടൂറിസം. നമുക്കറിയാം അല്ലേ, നമ്മുടെ കേരളം ആയാലും ഇന്ത്യ ആയാലും വനങ്ങളെ വിനോദത്തിനും യാത്രയ്ക്കും ടൂറിസത്തിനും വേണ്ടിയിട്ട് ഒരു പ്രത്യേക മേഖലയായിട്ട് തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. മണ്ണൊലിപ്പ് തടയാൻ പല പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. എന്താണ്? മരങ്ങളുടെ പരോക്ഷ നേട്ടങ്ങളാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബംഗ്ലാദേശിലെ സുന്ദർബൻ കണ്ടൽക്കാടുകളുണ്ടല്ലോ, അതൊക്കെ നശിപ്പിക്കുന്നത് ആ രാജ്യത്തെ ചുഴലിക്കാറ്റ് ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള കാരണമാണ്. മരുഭൂമീകരണം: വനമേഖലയുടെ ആസൂത്രിത വികസനം തരിശായ മരുഭൂമി ഫലഭൂയിഷ്ഠമായ കാർഷിക ഭൂമിയാക്കി മാറ്റുന്നു. അപ്പോൾ ആസൂത്രിതമായിട്ട് വനമേഖലയുടെ ആസൂത്രണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തരിശു മരുഭൂമിയായി പോവേണ്ട സ്ഥലം കൂടി എന്തായി മാറും? ഫലഭൂയിഷ്ഠമായ കാർഷിക ഭൂമിയായിട്ട് മാറും. അടുത്തത് ഇന്ത്യയിലെയും കേരളത്തിലെയും വിവിധ ഇനം വനങ്ങൾ. ഇന്ത്യയിലെ വനങ്ങൾ: ഒന്നാമത്തേത് ഉഷ്ണമേഖല മഴക്കാടുകൾ. പ്രധാന ഇനങ്ങളാണ് പറയുന്നത്. 200 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കും. അവിടെ ഇല പൊഴിയാറില്ല. വർഷം മുഴുവൻ എപ്പോഴും പച്ചപ്പിൽ നിലനിൽക്കുന്ന മരങ്ങളാണ് അവിടെ ഉണ്ടാവുക. ഡെൻസ് കനോപ്പി ആയിരിക്കും, അതായത് മുകളിലുള്ള ഭാഗം ഡെൻസ് കനോപ്പി ആയിരിക്കും. എന്താണ് ആ മേഖലയിലെ കാടുകൾക്ക് പ്രത്യേകത? പ്രകാശം എത്തില്ല. ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലാണ്. ഏതൊക്കെ പ്രദേശങ്ങളാണ്? സൈലന്റ് വാലി, അഗസ്ത്യമല, ആസാം. ഇനി ഈ മരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എബോണി, റോസ്വുഡ്, മഹാഗണി എന്നിവ. അടുത്തത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. 100 to 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നുണ്ട്. ഇലപൊഴിയൽ എപ്പോഴാണ്? വേനൽക്കാലത്ത് ഇലപൊഴിയും. പ്രദേശങ്ങളാണ് ഒഡീഷ, ജാർഖണ്ഡ് തന്നെ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ആണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾക്ക് ഉദാഹരണങ്ങളുള്ള സ്ഥലങ്ങളാണ്. മരങ്ങൾ: തേക്ക്, സാല്, ബാമ്പു. ഇതൊക്കെ അവിടുത്തെ മരങ്ങളാണ്. മുൾച്ചെടികളും കുറ്റിക്കാടുകളും: മഴ വർഷത്തിൽ 50 സെൻറ്റിമീറ്റർ താഴെ മാത്രം ലഭിക്കുന്ന ഉണങ്ങ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. അവിടെ തന്നെ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, മധ്യപ്രദേശ് ഈ പ്രദേശങ്ങളിലാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും കാണപ്പെടുന്നത്. സസ്യങ്ങൾ ഏതൊക്കെയാണ്? ഈന്തപ്പന, ബന്ദൂരി, അക്വേഷ്യ, ഗയറ്, ബാബുൽ. ഇതൊക്കെ അവിടുത്തെ പ്രധാന മരങ്ങളാണ്. കണ്ടൽക്കാടുകൾ: 200 സെൻറ്റിമീറ്ററിൽ മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഉപ്പുജല പ്രദേശങ്ങളായിരിക്കും. വെസ്റ്റ് ബംഗാളിൽ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു, സുന്ദർബൻസ് ആണ്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ ഈ സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. സസ്യങ്ങൾ ഏതൊക്കെയാണ്? മാംഗ്രൂവ് ട്രീസ് ആണ്, അതായത് കണ്ടൽ വൃക്ഷങ്ങളാണ്. അതിന് ഉദാഹരണങ്ങളാണ്, വെറൈറ്റീസ് ആണ് സുന്ദർ, അഗർ, ബന്ദി എന്നൊക്കെ പറയുന്നത്. അടുത്തതാണ് പർവ്വതവനങ്ങൾ. 60 സെൻറ്റിമീറ്ററിന് താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ. ഹിമാലയൻ മരനിരകൾ, പശ്ചിമഘട്ടം ഈ സ്ഥലങ്ങളിലൊക്കെ പർവ്വതവനങ്ങൾ കാണപ്പെടുന്നുണ്ട്. പൈന്, ഫിർ, റോഡോഡെൻഡ്രോൺ, ഓക്ക്, ബിർച്ച്, ദേവദാരു ഇതൊക്കെ പർവ്വതവനങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ്. ഇനി കേരളത്തിലെ വനങ്ങൾ: ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ. മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന അതാണ്. ഉദാഹരണം സൈലന്റ് വാലിയും പൂയംകുട്ടിയും. പശ്ചിമഘട്ടത്തിലാണ് കേരളത്തിലെ മഴക്കാടുകൾ കാണപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ മഴക്കാടുകൾ പശ്ചിമഘട്ടം. സൈലന്റ് വാലിയാണ് എന്ത്? നിത്യഹരിത വനത്തിന് ഉദാഹരണമായിട്ടുള്ള സംരക്ഷണ കേന്ദ്രം. അടുത്ത കാറ്റഗറി ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണ് ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. ഇലപൊഴിയുന്ന മരങ്ങൾ അവിടുത്തെ പ്രത്യേകതയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ്. മൂന്നാമത്തെ കാറ്റഗറി ഉപോഷ്ണ മേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ. അർദ്ധ നിത്യഹരിത വനങ്ങൾ മഴക്കാടുകളെ അപേക്ഷിച്ച് ശരാശരി വാർഷിക അനുപാതവും നനവും കുറഞ്ഞ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. വറ്റാത്ത നീരുറവകൾ കാണപ്പെടുന്ന എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപോഷ്ണ മേഖല അർദ്ധ നിത്യഹരിത വനങ്ങളിലാണ്. മിതശീതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ അതെവിടേക്കാണ് കാണപ്പെടുന്നത്? മൂന്നാർ, ഇരവികുളം മേഖലയിൽ ഉയരം കൂടിയ കുന്നുകളിൽ കാണപ്പെടുന്നതാണ്. പൊക്കം കുറഞ്ഞ മരങ്ങൾ നിറഞ്ഞു വളരുന്ന ചോലക്കാടുകൾ, വിസ്തൃതമായ പുൽമേടുകൾ ഇതൊക്കെ ഏതിൻ്റെ പ്രത്യേകതയാണ്? മിതശീതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങളാണ് കേട്ടോ. അപ്പോൾ ചോലക്കാടുകളും പുൽമേടുകളും എന്തിൻ്റെ പ്രത്യേകതയാണ് ചോദിച്ചു കഴിഞ്ഞാൽ മിതശീതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ.
അടുത്തത് ചന്ദനക്കാടുകളാണ്. ചന്ദനക്കാടുകൾ എവിടെയൊക്കെയാണ്? തമിഴ്നാടും കർണാടകയോടും ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ അതിർത്തി വനങ്ങളിൽ കാണപ്പെടുന്ന ശുഷ്ക ഇല പൊഴിയും കാടുകളാണ് ചന്ദനക്കാടുകൾ. അവസാനത്തേതാണ് വരണ്ട ഇല പൊഴിയും കാടുകൾ. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 1% മാത്രമാണ് ഏതുള്ളൂ? വരണ്ട ഇല പൊഴിയും കാടുകളുള്ളൂ. അപ്പോൾ 1% മാത്രം കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ കേട്ടോ. മഴ വളരെ കുറവുള്ള പ്രദേശമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചെരുവിൽ ഇത്തരം കാടുകൾ കാണപ്പെടുന്നുണ്ട്, വരണ്ട ഇല പൊഴിയും കാടുകൾ. അടുത്തതാണ് ജനജൈവ വൈവിധ്യം, ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം. വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് WG റോസൻ. അപ്പോൾ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ WG റോസൻ ആണ്. ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് ആരാണ്? അത് എഡ്വേർഡ് ഓസ്ബോൺ ആണ്. എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ്. ആവാസ വ്യവസ്ഥയെയും സ്പീഷീസ് സമ്പന്നതയെയും കുറിച്ച് റിവറ്റ് പോപ്പർ പരികൽപ്പന സിദ്ധാന്തം ആരാണ് മുന്നോട്ട് വെച്ചത്? പോൾ എർലിക്. ജൈവ വൈവിധ്യത്തിൻ്റെ മാതൃകകൾ. ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവപ്രദേശത്തേക്ക് പോകുന്തോറും സ്പീഷീസുകളുടെ വൈവിധ്യം കുറയുന്നു. 2. താഴ്ന്ന അക്ഷാംശങ്ങളിൽ ഉയർന്ന അക്ഷാംശങ്ങളെക്കാൾ ജൈവ വൈവിധ്യം കൂടുതലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരം കൂടുന്തോറും ജൈവ വൈവിധ്യം കുറയുന്നു. ഉഷ്ണമേഖലയിൽ കൂടുതൽ സൗരോർജ്ജം ലഭിക്കുന്നതിനാൽ ഉൽപ്പാദനം കൂടുകയും ഇത് കൂടുതൽ ജൈവ വൈവിധ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ 4 പോയിന്റ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് വിവിധ തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങൾ. ഇത് നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്കുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ കാറ്റഗറീസ് മാത്രം ഞാനൊന്ന് പറയാം. ഒന്നാമത്തേത് ജനിതക വൈവിധ്യം, ജെനറ്റിക് ഡൈവേഴ്സിറ്റി. 2. സ്പീഷീസുകളുടെ വൈവിധ്യം, സ്പീഷീസ് ഡൈവേഴ്സിറ്റി. 3. പാരിസ്ഥിതിക വൈവിധ്യം അഥവാ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഈ 3 നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കും. അതിനുശേഷം ആ 3 കൂടെ അടുത്ത ടോപ്പിക്കുകളും ഉണ്ടാവും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആദ്യത്തെ പാർട്ട് കാണാത്തവർ എന്ത് ചെയ്യുക? ആദ്യത്തെ പാർട്ട് കാണുക. ഞാൻ കുറച്ച് സ്പീഡിൽ പോയിട്ടുണ്ട്. നമുക്ക് വലിയൊരു വാസ്റ്റ് ടോപ്പിക് തന്നെയുണ്ട്, അത് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തിരി സ്പീഡിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.